ഈ ക്വസ്റ്റ്യൻ നോക്കാം. In two concentric circles, okay, there are two concentric circles. The radii are OA equal to R, OA equal to small letter r, OQ equal to 6 as shown in the figure. Chord CD of larger circle is tangent to the smaller circle at Q. കാണുന്നുണ്ടല്ലോ, കോഡ് സി ഡി ഈസ് എ ടാൻജൻറ്റ് ടു ദ സ്മോളർ സർക്കിൾ. ശരിയാണോ? ഈ ഫിഗർ കണ്ടാൽ അറിയാലോ, സി ഡി ഈസ് എ ടാൻജൻറ്റ് ടു ദ സ്മോളർ സർക്കിൾ അറ്റ് ക്യൂ. ഈ സി ഡി എന്ന് പറഞ്ഞാൽ ലാർജർ സർക്കിളിൻ്റെ ഒരു കോഡും കൂടിയാണ്. പി എ ഈസ് എ ടാൻജൻറ്റ്, പി എ ഒരു ടാൻജൻ്റ് ആണ്, കണ്ടാൽ അറിയാം. പി എ ഈക്വൽ ടു 16, പിന്നെ ഒ ക്യു ഈക്വൽ ഒ പി ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ. ദെൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സി ഡി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞുതരാം. ഈ ഫിഗർ കുറച്ചുകൂടി ലാർജറായിട്ട് വരയ്ക്കുകയാണ്. സൊല്യൂഷൻ പറഞ്ഞുതരാം. ഞാൻ ഫിഗർ കുറച്ചുകൂടി എൻലാർജ് ചെയ്ത് വരച്ചു. അപ്പോൾ തന്ന കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെക്കാം. ഒ എ ഈക്വൽ ടു സ്മോൾ ലെറ്റർ ആർ അല്ലേ, ഒ എ ഈക്വൽ ടു സ്മോൾ ലെറ്റർ ആർ, അതറിയില്ല നമുക്ക്. ഒ എ, ഒ ക്യു ഈക്വൽ ടു 6, ഒ എ ആറിനെ പറഞ്ഞിട്ടുള്ളൂ, നമുക്കത് അറിയില്ല. ഒ ക്യു ഈക്വൽ ടു 6, അപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ ഒ ക്യു 6 എന്ന് എഴുതാം. മനസ്സിലായോ? തന്ന കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യനിൽ എഴുതി വെക്കാം. ഒ ക്യു ഈക്വൽ ടു 6, ഒ എ ആറാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? പി എ 16 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഫിഗറിൽ അത് മാർക്ക് ചെയ്ത് വെക്കാം. പി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ്. പിന്നെ ഒ പി ഈക്വൽ ടു 20, ഒ പി മനസ്സിലായല്ലോ, ഒ പി കാണുന്നുണ്ടല്ലോ അല്ലേ? ഒ പി എന്ന് പറഞ്ഞാൽ 20 ആണ്. ഒ പി എന്ന് പറഞ്ഞാൽ ഇതേ ഈ ഡിസ്റ്റൻസ് ഇല്ലേ, ഈ ഒ പി ഇതാണ് ഉദ്ദേശിച്ചത്, അത് 20 ആണ്. ഫൈൻഡ് ദ ലെങ്ത് സി ഡി. സി ഡി ഏതാണെന്ന് മനസ്സിലായല്ലോ, ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? അപ്പോൾ നമുക്ക് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം? ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. സി ഡി ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന സൈഡുകളെല്ലാം കണ്ടുവച്ചേക്കാം. അത് പിന്നീട് നമുക്ക് സി ഡി കാണാനായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് കാണാൻ പറ്റാവുന്ന സൈഡുകളെല്ലാം കണ്ടുവച്ചേക്കാം. ഇവിടെ പി എ ടാൻജൻ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? പി എ ടാൻജൻ്റ് ആയതുകൊണ്ട് ഇതെന്താണ്? 90 ഡിഗ്രി ആണല്ലോ. അതിനുള്ള റീസൺ അറിയാമല്ലോ. ടാൻജൻ്റ് വരച്ചു, പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് സെൻറ്ററിലോട്ട് ജോയിൻ ചെയ്തു, 90 ഡിഗ്രി വരും നമുക്കറിയാം. ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ആണ് അല്ലേ, സ്മോൾ ലെറ്റർ ആർ ആണ്. ഒ എന്ന് പറഞ്ഞാൽ ആ ലാർജർ സർക്കിളിൻ്റെ റേഡിയസ് ആണെന്ന് അറിയാം, ശരിയല്ലേ? അപ്പോൾ നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഒ എന്ന് പറഞ്ഞാൽ ആ ലാർജർ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. ക്ലിയർ? ഒ എ നമുക്ക് എത്രയാണെന്ന് അറിയില്ല, 6 ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 6 വെറുതെ എഴുതി വെച്ചേക്കാം. ഒ എ ഈക്വൽ ടു റേഡിയസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, 90 ഡിഗ്രി വന്നിട്ടുണ്ട്. അപ്പോൾ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? നമ്മൾ എക്സാമിന് ഫിഗർ വെറുതെ റഫായിട്ട് വരയ്ക്കുക, എന്നിട്ട് ഇവിടെ എഴുതാം. എന്താണ്? ആംഗിൾ എ, അത്യാവശ്യം സ്റ്റെപ്പ് കുറച്ച് എഴുതാം. ആംഗിൾ എ ഈക്വൽ 90 ഡിഗ്രി ബൈ പൈതഗോറസ് തിയറം. ഓക്കെ, പൈതഗോറസ് തിയറം ആർ സ്ക്വയർ പ്ലസ് 16 സ്ക്വയർ ഈസ് ഈക്വൽ ടു 20 സ്ക്വയർ. അറിയാമല്ലോ, പൈതഗോറസ് തിയറം പറയുന്നത് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള ആളാണല്ലോ ഈ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. അതാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി അപ്പോൾ ഇവിടെ ആർ സ്ക്വയർ പ്ലസ് 16 സ്ക്വയർ 20 സ്ക്വയർ ആണ്. അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആർ സ്ക്വയർ പ്ലസ് 16 സ്ക്വയർ നമുക്ക് 256 എന്ന് എഴുതാം. 20 സ്ക്വയർ 400 എന്ന് എഴുതാം. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 256 റൈറ്റ് സൈഡിലോട്ട് എടുത്താലോ, 400 മൈനസ് 256 വരും.
400 minus 256 or r square equal to എത്ര വരും? 400 minus 256 ചെയ്ത് കഴിഞ്ഞാൽ 144 കിട്ടും. or r equal to 12 സെൻറ്റിമീറ്റർ. r equal to 12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ശരിയല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ എഴുതാം. ഫിഗറിൽ തന്നെ നമുക്കത് വേണമെങ്കിൽ കാണിക്കാം കേട്ടോ. സ്മോൾ ലെറ്റർ r equal to 12. മനസ്സിലായോ? അത് ഫിഗറിൽ തന്നെ നമുക്ക് എഴുതാം. ദേ എങ്ങനെ കണ്ടില്ലേ? പൈതഗോറസ് തിയറി യൂസ് ചെയ്തപ്പോൾ സ്മോൾ ലെറ്റർ r 12 എന്ന് കിട്ടി. നമുക്ക് സി ഡി ആണ് വേണ്ടത് അല്ലേ? ഈ ഒ ഡി നോക്കിയേ, അതും സ്മോൾ ലെറ്റർ r തന്നെയല്ലേ? ഒ ഡി എന്ന് പറഞ്ഞാലും ലാർജർ സർക്കിളിൻ്റെ റേഡിയസ് തന്നെയല്ലേ? നോക്കിയേ, അതെ. ഒ എയും ലാർജർ സർക്കിളിൻ്റെ റേഡിയസ്, ഒ ഡിയും ലാർജർ സർക്കിളിൻ്റെ റേഡിയസ് തന്നെയാണ്. അപ്പോൾ ഫിഗറിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ടോ അതൊക്കെ അവിടെ മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഒ ഡി എന്ന് പറഞ്ഞാലും സ്മോൾ ലെറ്റർ r തന്നെയാണ്, അതായത് 12 തന്നെയാണ് ഇതും. അവിടെ എഴുതി വെക്കാം 12. ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് അറിയാമല്ലോ നമുക്ക്. ഏത് ആംഗിളാണെന്ന് മനസ്സിലായോ? അതെ, ഈ ആംഗിൾ എങ്ങനെ 90 ഡിഗ്രി ആയി? ഇതൊരു ടാൻജൻ്റാണ്, സി ഡി ഒരു ടാൻജൻ്റാണ്. അപ്പോൾ ഇവിടെ ക്യൂയിൽ വെച്ചിട്ട് ടച്ച് ചെയ്യാണ്. അപ്പോൾ ഒ ക്യൂ പെർപെൻഡിക്കുലർ ടു ടാൻജൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ക്യൂ ഡി കാണാം. ക്യൂ ഡി കിട്ടിക്കഴിഞ്ഞാൽ സി ഡി കിട്ടും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട്. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ക്യൂ ഡി. അപ്പോൾ പൈതഗോറസ് തിയറം പ്രകാരം ഈ ചെറിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പ്രകാരം ഇവിടെ സ്റ്റെപ്പ് എഴുതി വെക്കുക. ആംഗിൾ ക്യൂ ഈക്വൽ 90 ഡിഗ്രിയാണ്. പൈതഗോറസ് തിയറം പ്രകാരം 6 സ്ക്വയർ പ്ലസ് ക്യൂ ഡി സ്ക്വയർ ഈക്വൽ ടു 12 സ്ക്വയർ. ഹൈപ്പർടെന്യൂസ് 12 ആണല്ലോ. അപ്പോൾ 6 സ്ക്വയർ പ്ലസ് ക്യൂ ഡി സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 12 സ്ക്വയർ വരും. അതായത് 36 പ്ലസ് ക്യൂ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു 144 വരും. അറിയാമല്ലോ അത്. അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യൂ ഡി സ്ക്വയർ എന്ത് വരും? ക്യൂ ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ 36 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാം. അപ്പോൾ 144 മൈനസ് 36 വരും. ശരിയല്ലേ? അപ്പോൾ ക്യൂ ഡി സ്ക്വയറിൻ്റെ വാല്യൂ 144 മൈനസ് 36 എത്രയാണ്? 144 മൈനസ് 36 108 ആണ്. നല്ല ആൻസർ എന്ന് പറഞ്ഞ നിർബന്ധമില്ല. ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ ക്യൂ ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് 108 വരും സെൻറ്റിമീറ്റർ. വേണമെങ്കിൽ നമുക്കതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. 108നെ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ പ്രോഡക്റ്റ് ആക്കി എഴുതാൻ നോക്കാം. റൂട്ട് 108ൻ്റെ വാല്യൂ കറക്റ്റായിട്ട് കിട്ടില്ല. 108നെ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ പ്രോഡക്റ്റ് ആക്കി എഴുതാം. 108നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നോക്കിയേ, 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലോ. പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ പ്രോഡക്റ്റ് ആക്കി എഴുതാൻ നോക്ക്, റൂട്ട് കാണാൻ വേണ്ടി. 4 2 സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇവിടെ 2 വന്നു അല്ലേ? 7 വന്നു. 27നെ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 വന്നു. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയില്ലെങ്കിൽ മാർക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ റൂട്ട് 108നെ നമുക്ക് റൂട്ട് ഓഫ് എങ്ങനെ എഴുതാം? അപ്പോൾ 4 × 9 × 3 എന്ന് എഴുതാം. 4 × 9 × 3. ഓരോന്നിൻ്റെ റൂട്ട് എടുക്കുക. 4ൻ്റെ റൂട്ട് 2 ആണ്. 9ൻ്റെ റൂട്ട് 3 ആണ്. 3യുടെ റൂട്ട് റൂട്ട് 3 ആണ്. അപ്പോൾ ഇവിടെ 2 × 3 6 ആയതുകൊണ്ട് 6 റൂട്ട് 3 കിട്ടും. ക്യൂ ഡി എത്രയാണ്? ഫിഗറിൽ അത് മാർക്ക് ചെയ്ത് വെക്കാം. 6 റൂട്ട് 3 അല്ലേ? 6 റൂട്ട് 3. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ഒ ക്യൂ സി ഡിക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു സർക്കിളിൻ്റെ വേറൊരു പ്രോപ്പർട്ടി 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. സി ഡി എന്ന് പറഞ്ഞാൽ ഒരു കോഡാണ്. ലാർജർ സർക്കിളിൻ്റെ ഒരു കോഡാണ് സി ഡി. സെൻറ്ററിൽ നിന്ന് കോഡിലോട്ട് പെർപെൻഡിക്കുലർ വരച്ചാൽ ഈക്വലായിട്ട് കട്ട് ചെയ്യും.
അതായത് ക്യു ഡി എന്ന് പറഞ്ഞാലും സി ക്യു എന്ന് പറഞ്ഞാലും സെയിം ആണ്. സി ഡിയുടെ ലെങ്ത്, സി ക്യുവിൻ്റെ ലെങ്ത് തന്നെയാണ് ക്യു ഡിയുടെ ലെങ്ത്. കാരണം സെൻറ്ററിൽ നിന്ന് കോഡിലോട്ട് പെർപെൻഡിക്കുലർ വരച്ചാൽ ഈക്വലായിട്ട് കട്ട് ചെയ്യും. അപ്പോൾ ക്യു ഡി എന്ന് പറഞ്ഞാലും സി ക്യു എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ 6√3 ആണെങ്കിൽ ഇതും 6√3 ആയിരിക്കണം. അപ്പോൾ ആ ഫിഗർ നോക്കിയിട്ട് പറഞ്ഞ് സി ഡി എന്ന് പറഞ്ഞാൽ 6√3 + 6√3, അഥവാ 2 times 6√3 അല്ലേ. 6√3 + 6√3 2 times 6√3 12√3 സെൻറ്റിമീറ്റർ ആണ് ആൻസർ.